കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ. പ്രഥമ സർക്കാരിനെ അട്ടിമറിച്ച വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല് 1957 ഏപ്രിൽ 5 അധികാരത്തിലേറിയ കേരളത്തിലെ പ്രഥമ സർക്കാരിൻ്റെ ഭൂപരിഷ്കരണ നിയമങ്ങളും വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ലും ജന്മികളെയും വരേണ്യവർഗ സമുദായങ്ങളെയും സ്വാഭാവികമായും പരിഭ്രാന്തരാക്കി. വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് വിദ്യാഭ്യാസം പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണത്തിലാകേണ്ടതാണ്. കേരളത്തിൻ്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ ഈ പ്രഖ്യാപനം സ്വകാര്യ മാനേജർമാരെ പ്രകോപിതരാക്കി. അതുകൊണ്ട് തന്നെ മുണ്ടശ്ശേരി മാസ്റ്ററുടെ വിദ്യാഭ്യാസ ബില്ല് നിയമസഭയിലെത്തുന്നതിന് മുൻപ് തന്നെ അതിനെതിരെയുള്ള സമരസന്നാഹങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അന്നത്തെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ നല്ലൊരു പങ്ക് ക്രൈസ്തവ സഭകളുടേതായിരുന്നു. അവർക്കൊപ്പം നായർ സർവീസ് സൊസൈറ്റിയും തൊട്ടു താഴെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അഥവാ SNDPയും ഉണ്ടായിരുന്നു. മാനേജ്മെന്റുകളുടെ ഇഷ്ടാനുവർത്തികളായ മൂന്നാം തരക്കാർ പോലും അക്കാലത്ത് അധ്യാപകരായി വേഷം കെട്ടി. കിടപ്പാടം തീരെഴുതി കൊടുത്ത് അധ്യാപക പട്ടം നേടിയവരും അക്കാലത്തുണ്ടായിരുന്നു. അധ്യാപകർക്ക് അർഹമായ ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിച്ചിരുന്നില്ല. ഔദ്യോഗിക കാലം തീരും വരെ മാനേജറുടെ പിരിച്ചുവിടൽ ഭീഷണി ഇരുതല വാളായി അവരുടെ ജീവിതങ്ങൾക്ക് മുകളിൽ തൂങ്ങി നിന്നു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസംഗങ്ങളിലൂടെ കത്തോലിക്ക സഭയുടെ കണ്ണിലുണ്ണിയായി മാറിയ ഫാദർ ജോസഫ് വടക്കൻ എന്ന വടക്കൻ അച്ഛൻ സെമിനാരിയിൽ ചേരുന്നതിന് മുൻപ്, അതായത് 1932 തൻ്റെ 14-ാം വയസ്സിൽ ഒരു വ്യാഴവട്ടക്കാലം ഒരു കത്തോലിക്ക വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്ത അനുഭവം അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ എൻ്റെ കുതിപ്പും എൻ്റെ കിതപ്പും എന്ന വിവാദ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. അന്നൊരധ്യാപകന് കൊടുത്തിരുന്ന പ്രതിമാസ ശമ്പളം വെറും 5 രൂപയായിരുന്നു. ഈ ഇനത്തിൽ സർക്കാർ ഗ്രാൻഡായി നൽകിയിരുന്ന 9 രൂപയിൽ നിന്ന് 4 രൂപ കമ്മീഷനായി മാനേജർ സ്വന്തം പോക്കറ്റിൽ നിക്ഷേപിക്കുകയും ശേഷിക്കുന്ന 5 രൂപ തൻ്റെ മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന പരമദരിദ്രനായ അധ്യാപകന് ശമ്പളമായി നൽകുകയും ചെയ്യുന്നു. സ്വന്തം വീട്ടിൽ കഞ്ഞി കുടിക്കാൻ വകയുള്ളവരാരും അക്കാലത്ത് ഈ പണിക്ക് പോയിരുന്നില്ല എന്നത് മറുചരിത്രം. പ്രശസ്ത കഥാകാരൻ കാരൂർ നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോറ്, മാലപ്പടക്കം, ഉത്തരക്കടലാസ് തുടങ്ങിയ കഥകൾ ഇത്തരം അനുഭവങ്ങളുടെ നേർസാക്ഷ്യങ്ങളാണ്. 12 വർഷത്തെ അധ്യാപന വൃത്തിക്കിടയിൽ 2 വട്ടം പിരിച്ചുവിടപ്പെട്ട വടക്കനച്ഛൻ അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ തൻ്റെ ആത്മകഥയിൽ ഹൃദയസ്പർശിയായി വിവരിക്കുന്നുണ്ട്. ഇതിന് സമാനമായി ഇത്തരം പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ പള്ളിയുടെ മാനസപുത്രനും കേരള കോൺഗ്രസ് നേതാവും പിൽക്കാലത്ത് മുനിസിപ്പൽ കൗൺസിലറും MLAയും MP യും മുൻ മന്ത്രിയും സർവോപരി അധ്യാപകനുമായിരുന്ന ശ്രീ ലോനപ്പൻ നമ്പാടനും തൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നു. കോളേജ് മാനേജർമാരുടെ മുൻകോപത്തിന് പാത്രീഭൂതനായി തൃശൂർ സെയിന്റ് തോമസ് കോളേജിലെ തൊഴിലിടത്തിൽ നിന്നും തൊഴിച്ചെറിയപ്പെട്ട ഹതഭാഗ്യനായിരുന്നു കേരളത്തിൻ്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ. ഏതായാലും വിദ്യാഭ്യാസത്തെ ആദായകരമായൊരു കച്ചവടമാക്കി സേവനത്തിൻ്റെ മറവിൽ രൂപപ്പെടുത്തുന്ന സന്ദർഭത്തിലാണ് പുതിയ പരിഷ്കാരങ്ങളെക്കുറിച്ചും നിയമങ്ങളെപ്പറ്റിയും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. തങ്ങൾക്കുള്ള ഒരധികാരവും വിട്ടൊഴിയാൻ മാനേജർമാർ തയ്യാറല്ലായിരുന്നു. തങ്ങൾ പിടിയേരിയും ഉൽപ്പന്ന പിരിവും കൊണ്ട് പടുത്തുയർത്തിയ വിദ്യാലയങ്ങളുടെ ചുക്കാൻ തങ്ങളുടെ കൈവശം തന്നെ ആയിരിക്കണം. ഇവയിൽ സർക്കാരിന് കൈകടത്താൻ യാതൊരവകാശവുമില്ല. വിദ്യാഭ്യാസം സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാക്കുന്ന ഏതൊരു നടപടിയെയും സർവശക്തിയും ഉപയോഗിച്ച് എതിർക്കും. 1957 മെയ് 28 കത്തോലിക്ക ബിഷപ്പുമാരുടെ സമ്മേളനം പാസാക്കിയ പ്രമേയം കേരളത്തിലെ പ്രഥമ സർക്കാരിനെ ഓർമ്മപ്പെടുത്തി. ജൂലൈ 7 പ്രസിദ്ധീകരിച്ച വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല് ജൂലൈ 20 സെലക്ട് കമ്മിറ്റിക്ക് അയച്ചത്.
നിലവിലെ വ്യവസ്ഥകളിൽ നിന്ന് വിഭിന്നമായി സ്വകാര്യ സ്കൂൾ അധ്യാപകർക്ക് സർക്കാർ നേരിട്ട് ശമ്പളം നൽകുമെന്നതാണ് ബില്ലിലെ പ്രഥമ വ്യവസ്ഥകളിൽ പ്രധാനം. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന സി രാജഗോപാലാചാരിയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ പരിഷ്കരണമെന്ന ആശയത്തിന്റെ സ്രഷ്ടാവ്. കേരളത്തിനു മുൻപേ തമിഴ്നാട് സർക്കാർ വിദ്യാഭ്യാസ പരിഷ്കരണ നിയമങ്ങൾ കുറെക്കൂടി പുരോഗമനപരമായി പ്രാവർത്തികമാക്കുകയും ചെയ്തു. കോൺഗ്രസ് ഭരിച്ചിരുന്ന മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും രാജസ്ഥാനിലും യുപിയിലും ഏതാണ്ട് ഇതിനേക്കാൾ തീവ്രമായ വ്യവസ്ഥകളോടുകൂടിയ നിയമങ്ങൾ നിലവിലുണ്ടായിരുന്നു. കേരള വിദ്യാഭ്യാസ ബില്ലിലെ പല വകുപ്പുകളും ആന്ധ്രാപ്രദേശ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിൽ നിന്നും കടം കൊണ്ടവയായിരുന്നു. പിൽക്കാലത്ത് കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ സ്വകാര്യ മാനേജ്മെന്റുകൾക്കെതിരെയുള്ള തീവ്രമായ നിലപാടുകളോടെ വിദ്യാഭ്യാസ പരിഷ്കരണ നിയമങ്ങൾ പ്രാബല്യത്തിലാക്കി. കേരള സർക്കാർ നേരിട്ട് ശമ്പളം നൽകുന്നതിലൂടെ 1,77,652 അധ്യാപകർക്ക് ശമ്പളത്തോടൊപ്പം കൂടുതൽ മേന്മയേറിയ ആനുകൂല്യങ്ങളും ലഭിക്കുമായിരുന്നു. പുതിയ വിദ്യാഭ്യാസ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം മാനേജ്മെന്റ് കുട്ടികളിൽ നിന്ന് പിരിക്കുന്ന ഫീസിന്റെ നിശ്ചിത വിഹിതം സർക്കാർ ഖജനാവിൽ അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. ഓരോ വിദ്യാഭ്യാസ വർഷവും നിശ്ചയിക്കുന്ന നിരക്കനുസരിച്ച് മാനേജ്മെന്റിന് സർക്കാർ മെയിൻ്റനൻസ് ഗ്രാന്റ് നൽകുന്നതായിരിക്കും. കെട്ടിടമോ സ്ഥലമോ അവശ്യ സാധനങ്ങളോ വാങ്ങുന്നതിനും മരാമത്ത് പണികൾ ചെയ്യുന്നതിനും സർക്കാർ പ്രത്യേക ഗ്രാന്റുകളും അനുവദിച്ചിരുന്നു. അധ്യാപകരുടെ യോഗ്യതകൾ നിശ്ചയിക്കുന്നത് സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പായിരിക്കും. സർവീസ് വ്യവസ്ഥകൾ, പെൻഷൻ, പ്രൊവിഡന്റ് ഫണ്ട്, ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം സർക്കാർ അധ്യാപകർക്കൊപ്പം എയ്ഡഡ് മേഖലയിലെ അധ്യാപകർക്കും ലഭിക്കുന്നതാണ്. പാഠ്യക്രമങ്ങൾ ഏകീകരിക്കുന്നതിനൊപ്പം കേരളത്തിലെ എല്ലാ മേഖലയിലെയും 1 മുതൽ 7ാം സ്റ്റാൻഡേർഡ് വരെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കുന്നതാണ്. ഇങ്ങനെ വിദ്യാഭ്യാസ പരിഷ്കരണ നിയമത്തിലെ ഭൂരിഭാഗം വ്യവസ്ഥകളും പൊതുസ്വീകാര്യതയും ജനോപകാരപ്രദമുള്ളതുമായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ നിയമത്തിലെ 11ാം വകുപ്പ് പ്രകാരം സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന അധ്യാപകരെ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC മുഖേന തിരഞ്ഞെടുക്കണമെന്ന വ്യവസ്ഥ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. വ്യവസ്ഥകൾ ലംഘിക്കുന്ന മാനേജർമാരിൽ നിന്ന് 5 വർഷത്തെ കാലാവധി പൂർത്തീകരിച്ച് വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനവും കേരള രാഷ്ട്രീയത്തെ പ്രക്ഷുബ്ധമാക്കി.